എന്നുള്ളതാണ്. അവർ പറയുന്നു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ ആദ്യം പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെവിടെയെന്നാണ് ചോദിക്കുന്നത്. അവർ സംസാരിക്കുന്നതിന്റെ പ്രസംഗത്തിന്റെ ശകലങ്ങൾ പോലും അവരുടെ കൈകളിൽ വീഡിയോ ആയിട്ടുണ്ടാകും. അപ്പൊ ആ ഉറപ്പ് നൽകിയവർ ഇതൊന്ന് കേൾക്കണം. കഴിഞ്ഞ വർഷം നിലവിൽ വന്നിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഈ വർഷം എത്തുമ്പോഴും 10,000-ൽ കണക്ക് 10,758 പേര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അതിൽ നിയമനം നടന്നിട്ടുള്ള കണക്കാണ് നമ്മൾ കേട്ടത്. 100-ലധികമോ 200-ൽ താഴെയോ. ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെന്തിനാണ് ഇവരെല്ലാം പഠിച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നത്? ജോലിയില്ല എന്നങ്ങ് ആദ്യം പറഞ്ഞാൽ പോരെ? തീരുന്നില്ല. അടുത്തതിലേക്ക് പോകാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥരുടെ അട്ടിമറിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കും. കേന്ദ്ര സ്ക്രാപ്പേജ് പോളിസിയുടെ മറവിൽ ഒഴിവുകൾ പൂഴ്ത്തുന്നുവെന്നാണ് ആരോപണം. തങ്ങളുടേത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയാണെന്നും വാഹനമില്ലെങ്കിലും ഓഫീസ് ജോലി ചെയ്യാൻ നിയമപരമായി സാധിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. കേൾക്കാം. ഞങ്ങൾ LDV ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചക്കുള്ളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഇപ്പോൾ പുതിയത് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ വകുപ്പിൽ പോയാലും വണ്ടിയില്ല എന്നുള്ളൊരു കാരണമാണ്. എല്ലായിടത്തും വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരു 25ഓളം വേക്കൻസി തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ വണ്ടിയില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ് ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൽ ചുവട് പിടിച്ച് ഒരു ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. വണ്ടികളില്ല എന്ന് പറഞ്ഞിട്ടും പലയിടങ്ങളിലും താൽക്കാലികക്കാരെ നിർത്തിയിട്ടുണ്ട്. ഡ്രൈവർമാരുണ്ടെന്നാണ് പല വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും വാദം. MBDയുടെ P&ADയുടെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 86 സ്ഥിര നിയമനക്കാരും 88 താൽക്കാലികക്കാരും ഉണ്ടെന്നാണ് പറയുന്നത്. 88 പേരാ. അപ്പോൾ ആ ഒരു പോസ്റ്റെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മാറ്റി തരണം. അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, ഉദ്യോഗാർത്ഥികളുടെ പരാതികൾ തീരുന്നേയില്ല. ഇതിപ്പോൾ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ടും അവരുടെ പരാതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റോഷി, തീർച്ചയായും വിവിധ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല. അവ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ് നിലവിലിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. LDV റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്കെത്താൻ തയ്യാറെടുക്കുന്നത്. ഇതിന് കാരണം ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഒഴിവ് രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ്. വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒഴിവുകൾ PSC അറിയിക്കേണ്ടതില്ല എന്ന മുൻകാലത്തെ സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിന് ചുവട് പിടിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ PSCയിലേക്ക് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. 2000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് നിലവിലിപ്പോൾ ഈ ഒരു PSC റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആശങ്കയിലുള്ളത്. കാരണം ഈ വാഹനങ്ങളില്ല എന്നുള്ള വിചിത്രമായ കാരണങ്ങൾ മൂലമാണ് ഈ വകുപ്പുകൾ പ്രത്യേകിച്ച് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാത്തത്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളൊരു മറുപടിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരുടേത് LDV ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇല്ലെങ്കിൽ പോലും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കൂടി ഇവർക്ക് ജോലി ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളാണ്. പലരും ഓട്ടോറിക്ഷ ഓടിച്ചും അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സികൾ ഓടിച്ചുമൊക്കെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വീണ്ടും ഒരു പരീക്ഷ എഴുതി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേരെടുത്തുക അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഇനി ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിലടക്കം 88 താൽക്കാലിക ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട്. മറ്റു വകുപ്പുകളിൽ വാഹനങ്ങളില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് PSCയിലേക്ക് ഇവരുടെ ഒഴിവുകൾ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പോകുന്നില്ല. പക്ഷേ പുതിയ സർക്കാരാകട്ടെ 3 ആഴ്ചയ്ക്കുള്ളിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഒഴിവുകൾ കൃത്യമായി അറിയിക്കണം എന്നൊരു പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും പഴയ സർക്കുലറിന്റെ പേരിൽ ഈ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് മുൻ സർക്കാരിന്റെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു ഒഴിവുകൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വകുപ്പുകളിലേക്ക് നൽകേണ്ട വാഹനങ്ങൾ, വിവിധ വകുപ്പുകളിൽ വാഹനങ്ങളില്ലാത്ത കാരണത്താൽ ചില ആളുകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ നൽകേണ്ട വാഹനങ്ങൾ PMGക്ക് അടുത്ത് പൊടി പിടിച്ച് കിടക്കുന്നു. ഏതാണ്ട് 75ഓളം വരുന്ന സർക്കാർ വകുപ്പുകളിലേക്ക് ചേരേണ്ട വാഹനങ്ങളാണ് പൊടി പിടിച്ച് തുരുമ്പിച്ച് കിടക്കുന്നത്. ഈ വാഹനങ്ങളടക്കം ഇങ്ങനെ കിടക്കുമ്പോഴാണ് വാഹനങ്ങളില്ല എന്ന വിചിത്ര കാരണത്താൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്തത്. എന്തായാലും ഒരു കടുത്ത പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ഗതാഗത കമ്മീഷണർക്കുമടക്കം PSCക്കുമടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിലൊരു ഉചിതമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ തടയുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഇവരുടെ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അത്
സർക്കാർ നിറവേറ്റിയില്ലെങ്കിൽ കടുത്ത സമരമാർഗവുമായി മുന്നോട്ട് പോകാനാണ് ഇവർ ഉന്നയിക്കപ്പെടുന്ന തീരുമാനിച്ചിട്ടുള്ളത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇവരും.